നമസ്കാരം, ഫെബിനാണ്. മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും മലയാളത്തിന്റെ സ്വന്തം ജീത്തു ജോസഫും ചേർന്നിരിക്കുക ദൃശ്യം 3 പ്രതീക്ഷകളൊന്നും കൂടാണ്ട് തിയേറ്ററിലേക്ക് വരണമെന്നാണ് പറഞ്ഞേക്കണത്. ദൃശ്യം 1ഉം 2ഉം ചെയ്തു വെച്ചേക്കണ വെച്ച് അങ്ങനെയൊക്കെ അങ്ങ് വരാൻ പറ്റുമോ സാറേ? കൂത്താട്ടുകുളത്തുള്ള വി സിനിമ തിയേറ്ററിലാണ് ഞാൻ പടം കണ്ടത്. സംവിധായകനോടാണ്. മിസ്റ്റർ ജിത്തു ജോസഫ്, യു ആർ ദ ക്ലാസിക് ക്രിമിനൽ. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, എന്തൊരു എഴുത്താണ്. ഒരു സിനിമ തുടങ്ങി ആദ്യ ഷോട്ട് മുതൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷയോടുകൂടി ഒരു തിയേറ്ററിലെ മുഴുവൻ ജനങ്ങളെ പിടിച്ചിരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു. നിങ്ങൾക്ക് മാത്രമേ അതിന് കഴിയൂ. ഒരു വീടും വീടിന്റെ ഊണുമുറിയും അതിന്റെ സിറ്റൗട്ടും അതിന്റെ അടുക്കള ഭാഗവും റോഡും റോഡിലേക്കുള്ള വഴിയും മിറ്റവും പറമ്പും എല്ലാം വളരെ സുപരിചിതമായ ഒന്നായി കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പ്രത്യേക അനുഭവമാണ്. തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഗൃഹനാഥൻ ജോർജ് കുട്ടി. എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഈ ലാലേട്ടന്റെ കഥാപാത്രം, ജോർജ് കുട്ടി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കണെയാണ്. ദൃശ്യം 1ൽ നിന്നും ദൃശ്യം 3ലേക്ക് വരുമ്പോഴും അദ്ദേഹം ആ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിന്റെ ഗസ്റ്റേഴ്സിന്റെ അതുപോലെ തന്നെ ഇമോഷൻസിന്റെ ഒക്കെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഹാർട്സ് ഓഫ്. വെറുതെ അല്ല മലയാളത്തിന്റെ മോഹൻലാലായിട്ട് ഇന്നും നിലനിൽക്കുന്നത്. ഈ സിനിമയുടെ ടെക്നിക്കൽ ഘടകങ്ങളെല്ലാം കഥ പറച്ചിലിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. അതിൽ തന്നെ മ്യൂസിക് കൈകാര്യം ചെയ്ത അനിൽ ജോൺസൺ, പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുത്ത സീനുകളിൽ ഒരു സിംഗിൾ സീനെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഷോട്ടിനെ പോലും മറ്റു തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മ്യൂസിക്കിന് കഴിഞ്ഞിട്ടുണ്ട്. ദൃശ്യം 1, ദൃശ്യം 2 അതുപോലെ തന്നെ ദൃശ്യം 3യും ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അതിന്റെ എഡിറ്റിംഗ് മികവ് നമുക്ക് പ്രത്യേകം പറയേണ്ടതാണ്. ലീനിയറായി തുടങ്ങിയ ഒരു പടം ക്ലൈമാക്സിനോട് അടുക്കുന്തോറും നോൺ ലീനിയർ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സിനിമയുടെ 3ാം ഭാഗം ഇറങ്ങുമ്പോഴുള്ള ഏറ്റവും ചലഞ്ചിങ് അതിലെ ആർട്ട്, കോസ്റ്റ്യൂം, മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റുകൾക്കാണ്. ഈ സിനിമയിലെ ആർട്ട് ഡിപ്പാർട്ട്മെന്റും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റും മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റും എടുക്കുന്ന എഫർട്ടിനെ നമ്മൾ മറന്നു പോകരുത്. മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടറെ, അദ്ദേഹത്തിന്റെ ആക്ടിംഗ് കേപ്പബിലിറ്റിയെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന വളരെ ചുരുക്കം സംവിധായകരിൽ ഒരാളാണ് ജീത്തു ജോസഫ്. ലവ് യു സാർ. ദൃശ്യവും ദൃശ്യം 2ഉം പോലെ ദൃശ്യം 3യുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവസാന അരമണിക്കൂറാണ്. ജീത്തു ജോസഫ് എന്ന റൈറ്ററുടെ, ഡയറക്ടറുടെ ഒരു കംപ്ലീറ്റ് പരിപാടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാര്യം പറയാൻ മറന്നു, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. നിങ്ങളല്ലാതെ ആരും. പറ്റുമെങ്കിൽ ദൃശ്യം 2ഉം ദൃശ്യം 1ഉം കണ്ടതിന് ശേഷം ദൃശ്യം 3 കാണാൻ ശ്രമിക്കുക. അത് നമുക്ക് വേറൊരു അനുഭവമായിരിക്കും. കാരണം ഈ 2 സിനിമകളിലെയും കുറച്ചധികം എലമെന്റ്സ് ദൃശ്യം 3യിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ദൃശ്യം 3 മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമായി മാറും. നന്ദി.